ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണനെ പോറ്റിയാണ്. എല്ലാവർക്കും അതിന് ആർക്കും സംശയമില്ല, അദ്ദേഹം സമ്മതിച്ചിട്ടുള്ളതാണ്. ഗോവർദ്ധനും ആർക്കും സംശയമില്ല, എല്ലാവരും നമുക്ക് അറിയാവുന്ന ആളാണ്. സന്നിധാനത്ത് എത്തിച്ചത് ആരാണെന്നതിൻ്റെ നിർണായക തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ, അജയ് തറയിൽ എന്നിവർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. 2016 മുൻപ് നടന്ന ഈ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം പിണറായി വിജയൻ്റെയോ LDF സർക്കാരിൻ്റെയോ തലയിൽ കെട്ടിവയ്ക്കാൻ കഴിയില്ല. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം മറ്റൊന്നാണ്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതെന്താ, സോണിയാഗാന്ധി ആയതുകൊണ്ട് പിന്നെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ലേ, അല്ലെങ്കിൽ പറയാൻ പാടില്ലേ, അല്ലെങ്കിൽ അന്വേഷിക്കാൻ പാടില്ലെന്നുണ്ടോ? പോറ്റി പലതവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആൻ്റണി MP, അടൂർ പ്രകാശ് MP, പ്രയാർ ഗോപാലകൃഷ്ണൻ എന്നിവരാണ് ഇയാൾക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തത്. UPയുടെ ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ പിന്നെ പോയിട്ടുണ്ട്. UPയുടെ ചെയർപേഴ്സൺ എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി കിട്ടുന്ന പോലുള്ള സെക്യൂരിറ്റി ഉള്ള സമയത്താണ് ഈ പിന്നെ പോറ്റി അകത്ത് കയറി ചെന്നിരിക്കുന്നത്. അപ്പം അത്രമാത്രം ബന്ധമുണ്ടെന്നർത്ഥം. ഒരു മോഷ്ടാവിനെ കൊണ്ട് സ്വന്തം പാർട്ടി അധ്യക്ഷയ്ക്ക് രക്ഷ കെട്ടിച്ചു കൊടുത്ത നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുവാൻ കോൺഗ്രസ് തയ്യാറുണ്ടാവും. കൂടെ പോയ MPമാർ ഇതിന് മറുപടി നൽകേണ്ടതായിട്ടുണ്ട്. പ്രതിയായ ഗോവർദ്ധൻ്റെ കടയിൽ നിന്ന് ഉരുക്കിയ നിലയിൽ സ്വർണം പോലീസ് കണ്ടെടുത്തിട്ടും കേസ് വഴിതിരിച്ചു വിടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. VD സതീശനും രമേശ് ചെന്നിത്തലയും എന്തിനാണ് SIT അന്വേഷണത്തെ എതിർക്കുന്നത്? ആരെ സംരക്ഷിക്കാനാണ് ഈ വെപ്രാളം? മാധ്യമങ്ങൾക്ക് മുന്നിൽ തനിക്കൊപ്പം നിൽക്കുന്നവർക്ക് കേസിലെ പ്രതികളുമായുള്ള ബന്ധം എന്താണെന്ന് VD സതീശൻ തുറന്നു പറയണം. UDF കാലത്തെ അഴിമതി കഥകൾ നമുക്ക് ശബരിമലയായിട്ട് ബന്ധപ്പെട്ടെടുക്കാം. അല്ലാതെ ഇതിന് ബദലായി ഞാൻ പറയുന്നതല്ല, അങ്ങനെ ഉണ്ട് എന്ന് മാധ്യമങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇതിന് ശബരിമല ഉണ്ടായ ഗൗരവമുള്ള കാര്യങ്ങൾ അതിൻ്റെ ഗൗരവത്തിൻ്റെ പൊയ്ക്കോട്ടെ, അതിനൊന്നും ഒരു തടസ്സമില്ല. അപ്പോൾ ശിവൻകുട്ടിയും ഈ പോറ്റിയും തമ്മിൽ നിൽക്കുന്ന ഒരു പടം വന്നിരുന്നെങ്കിൽ പിറ്റേന്ന് മുതൽ രാജിവെച്ചിട്ടുള്ള സമരം തീരുമല്ലോ ഇവിടെ. എന്തായിരുന്നു ഫ്രണ്ട് പത്രത്തിൻ്റെ തലക്കെട്ട് തന്നെ മാറ്റിയിട്ട് അടിച്ചു വിടുവാനും. ഇപ്പോൾ ബെയിലി പാലം 2005 തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള വ്യാജേന നിർമ്മിച്ച ഇന്ന് ഉപയോഗശൂന്യമായ പാലത്തിലൂടെ 3.25 കോടി രൂപയാണ് ദേവസ്വം ബോർഡ് നഷ്ടമായത്. ഭൂമി ഇടപാട്. ഇടുക്കി കമ്പക്കല്ലിൽ വനവൽക്കരണത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനായി 7.5 കോടി രൂപ അഡ്വാൻസ് നൽകി മുക്കിയത്. ഉണ്ണികൃഷ്ണ പണിക്കരെയും നടി ജയമാലയും ഉപയോഗിച്ച് ജ്യോതിഷ വിവാദങ്ങൾ സൃഷ്ടിച്ചത് UDFിൻ്റെ ഭരണകാലത്താണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. സാമഗ്രി വാങ്ങാൻ ആന്ധ്രയിൽ നിന്ന് ശർക്കര വാങ്ങിയതിലും 1.81 ലക്ഷം രൂപയുടെ പാത്രങ്ങൾ വാങ്ങിയതിലും നടന്ന വൻ ക്രമക്കേടുകളാണെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ പാരഡിയുടെ കൂടെ ഇതെല്ലാം കൂടെ ഒന്ന് ചേർക്കണം. സോണിയാഗാന്ധിജിയെ കാണാൻ പോയ കാര്യവും നിരന്തരമായി സോണിയാഗാന്ധിയുടെ വീട്ടിൽ സന്ദർശനം നടത്തുന്നത് ആരാണെന്നും ഈ പാരഡിയിൽ ചേർക്കണം. ഈ പാരഡി എഴുതിയ ആളുടെ നല്ല കലാകാരനാണ്. അത് ഇതും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ ഗംഭീരമായിരിക്കും, കാര്യങ്ങൾ സത്യസന്ധമായി വന്നേക്കും. ശബരിമലയിലെ പുണ്യത്തെ പോലും കച്ചവടമാക്കിയ പാരമ്പര്യമാണ് UDFിനുള്ളത്. കള്ളന്മാരെ സംരക്ഷിക്കാൻ എങ്ങനെ ശ്രമിച്ചാലും സത്യം പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ഈ ശബരിമല കള്ളക്കേസുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. 2016 മുൻപ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മറ്റ് UDF നേതാക്കൾക്കുമൊപ്പം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇയാളെ സന്നിധാനത്ത് എത്തിച്ചതും സംരക്ഷിച്ചതും UDF നേതൃത്വമാണെന്ന് സമ്മതിക്കാൻ അങ്ങ് തയ്യാറുണ്ടോ? സ്വർണ്ണക്കേസിലെ പ്രതിയെ സ്വന്തം പാർട്ടി അധ്യക്ഷയായ സോണിയാഗാന്ധിയുടെ വസതിയിൽ എത്തിക്കുകയും രക്ഷ കെട്ടിക്കുകയും, ആ പാട്ട് ചേർക്കാൻ പറ്റിയൊരു വാക്കാണ് രക്ഷ കെട്ടിക്കുവാൻ. വേണമെങ്കിൽ ഒരു താളം കൊടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നല്ല ഒരു താളം കൊടുക്കാൻ വേണ്ടി പറ്റും. എത്തിക്കുകയും രക്ഷ കെട്ടിക്കുകയും ചെയ്ത MPമാർക്കെതിരെ നടപടിയെടുക്കാനുള്ള ആർജവം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങയുടെ ഇരുവശത്ത് നിൽക്കുന്ന പ്രാദേശിക നേതാക്കൾക്ക് ഈ സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളുമായുള്ള അവിശുദ്ധ ബന്ധം എന്താണെന്ന് ജനങ്ങളോട് തുറന്നു പറയുവാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറുണ്ട്. ബെയിലി പാലം മുതൽ പാത്രക്കച്ചവടം വരെ ശബരിമലയുടെ പേരിൽ കോടികളുടെ അഴിമതി നടത്തിയ ചരിത്രമുള്ള UDF ഇപ്പോൾ മുതലക്കണ്ണിൽ ഒഴുക്കുന്നത് ഭക്തരെ വീണ്ടും കബളിക്കാൻ മാത്രമാണ്.